പന്തലിക്കും ആൽമരമായി നാം ഉയരും. ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ. മാർഗങ്ങളില്ല. ഈ ഒരു കാലഘട്ടത്തിൽ സ്വയം രക്ഷ എന്തായാലും സ്വന്തം കൈകളിൽ വേണം എന്നുള്ള ഉറപ്പോടുകൂടി മുന്നോട്ട് വന്നവരാണ്. അപ്പോൾ നമുക്കെതിരെ അതിക്രമം അല്ലെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് മുന്നോട്ട് വരാനുള്ള കാരണം 2016 ഡിസംബർ 26 നമ്മളെ എല്ലാം ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഡൽഹിയിൽ നമ്മളെ പോലെ ഇന്നും ജീവിക്കേണ്ടവളായ ഒരു സ്ത്രീ അവളെ കൂട്ടുകാരായ 4ഓളം ആൾക്കാർ കൂട്ടുകാരൻ്റെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 4ഓളം ആൾക്കാർ, ബസ് ജീവനക്കാരായ 4ഓളം ആൾക്കാർ ആ സ്ത്രീയെ വളരെ മൃഗീയമായി കൂട്ടബലാത്സംഗം ചെയ്തു. ഏകദേശം 10-13 ദിവസം അവള് വെന്റിലേറ്ററിൽ കിടന്ന് ജീവച്ഛവമായി കൊണ്ട് അവൾ മരണപ്പെട്ടു. അന്ന് അവളെ ലോകം അറിയുന്നില്ല. പിന്നെയാണ് അവൾ ആരാണ്, നിർഭയ എന്ന പേരിലാണ് അവൾ അന്ന് അറിയപ്പെട്ടത്. പിന്നെയാണ് അവള് ജ്യോതിർ സിംഗ് പാണ്ഡ എന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ അന്ന് ആ സ്ത്രീക്ക് ആ ഒരു അപകടം വന്നതിന് ശേഷം നമ്മുടെ സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരല്ലാന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സംയുക്തമായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചതായിരുന്നു. അത് കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും അത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും കേരളത്തിലാണ് ഇന്ന് വളരെ ശക്തമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും പുരുഷന്മാരെ അടിച്ചിടാനോ അല്ലെങ്കിൽ തൊഴിച്ചിടാനോ അല്ല. സ്വയം രക്ഷ. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കെതിരെ വരുന്ന അക്രമികൾ, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, ആ സമയത്ത് നമുക്ക് സ്വന്തം രക്ഷപ്പെടണം. അതിന് കായിക ബലം പുരുഷന്മാരെ അത്രയും ഇല്ലാത്ത സ്ത്രീകൾക്ക് എങ്ങനെ സ്വന്തമായി രക്ഷപ്പെടാം, ചെറിയ സമയം ഉപയോഗിച്ച്, ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ച് ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റണം. കാരണം ചെറിയ ശക്തി മാത്രമേ നമുക്കുള്ളൂ എന്ന് നമുക്ക് തന്നെ അറിയാം. കായിക ബലം കുറവായ സ്ത്രീകൾക്ക് മാനസിക ബലം 4 ഇരട്ടിയുണ്ട്. എന്നാലും ആ കായിക ബലത്തിൽ നമ്മൾ ചെറിയ സമയം ഉപയോഗിച്ച് ചെറിയ ശക്തിയിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. പലപ്പോഴും നമ്മൾ കൂട്ടത്തോടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ ആരും ഉപദ്രവിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് നമുക്കെതിരെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക. സ്ത്രീയാണ്, എനിക്കൊന്നും പറ്റൂല. ഞാനൊരു ചെറിയൊരു കഥ പറയാം. രാജപാതയിൽ വലിയൊരു കല്ലുരുട്ടി വെച്ചു. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വഴി മാറി നിന്നു. വേഷപ്രച്ഛന്നനായി ഒരു മരത്തിൻ്റെ അരികിലേക്ക് മാറി നിന്നു. അങ്ങനെ നിന്നുകൊണ്ട് ഈ ഒരു കല്ലിനെ എല്ലാവരും എങ്ങനെ സമീപിക്കും എന്നതായിരുന്നു അയാൾ നിരീക്ഷിക്കുന്നത്. അങ്ങനെ പല ആൾക്കാർ ആ രാജപാതയിലൂടെ കടന്നു വന്നു. പല ആൾക്കാരും പല രീതിയിലാണ് അതിനെ സമീപിച്ചത്. അയ്യോ, ഈ രാജാവ് ഭരിക്കുന്ന സ്ഥലമാണോ ഇത്? അവിടെ ഇത്രയും വൃത്തികെട്ട രീതിയിലാണോ രാജാവ് ഭരിക്കുന്ന സ്ഥലം? അങ്ങനെ ഓരോരോ ആൾക്കാരും അതിൽ ജീവനക്കാരുണ്ട്, പലതരത്തിലുള്ള ജീവനക്കാരുണ്ടായിരുന്നു, പലതരത്തിലുള്ള ജോലിക്കാരുണ്ടായിരുന്നു, പലതരത്തിലുള്ള പണിക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ വൈകുന്നേരം ആകുമ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് താൻ പണിയെടുത്തിരിക്കുന്ന കിട്ടിയ ഉൽപ്പന്നങ്ങൾ കടയിൽ വിൽക്കാൻ പോകുന്ന ഒരു കൂലിപ്പണിക്കാരൻ, അയാൾ വരുന്ന സമയത്ത് അയാളും കണ്ടു ഈ വലിയൊരു കല്ല്. അപ്പോൾ അയാൾ മനസ്സിലാക്കി, അയ്യോ രാജാവിന് പോകേണ്ട വഴിയാണ്, എങ്ങനെ രാജാവ് ഇതിലേ പോവും എന്നതായിരുന്നു അയാളുടെ ചിന്ത. അയാൾ ആ സമയം കയ്യിലുള്ള സാധനങ്ങൾ താഴ്ത്തി വെച്ചുകൊണ്ട് ആ വലിയ കല്ല് അയാളുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് എടുത്തു മാറ്റി, അതായത് നീക്കി മാറ്റി. അപ്പോൾ നീക്കി മാറ്റിയപ്പോൾ അയാൾക്കൊരു സന്തോഷമായി. അപ്പോൾ ആ നോക്കിയ സമയത്ത് ആ കല്ലിൻ്റെ അടിയിൽ ആരും കാണുന്നില്ല. കല്ലിൻ്റെ അടിയിൽ ഒരു പൊതിക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണിത്? അയാൾ ചുറ്റും നോക്കി, ആരും കണ്ടില്ല. അപ്പോൾ ആ സമയത്ത് രാജാവ് വെച്ച സാധനമായിരുന്നു അത്. അതായത് ഈ കല്ല് മാറ്റുന്നവർക്കുള്ള പാരിതോഷികം എന്നുള്ള രീതിയിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ രാജാവ് പുറമേ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. വേഷപ്രച്ഛന്നനായി രാജാവ് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഒന്നിനെയും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അല്ല നമ്മളെപ്പോഴും നമ്മളുടെ മനോഭാവം മാറ്റുക. പല ആൾക്കാരും അതിനെ സമീപിച്ചത് പല രീതിയിലായിരുന്നു. എനിക്ക് പറ്റൂല, എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല, നമുക്കും പറ്റും, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഇതിനെ സമീപിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ ക്ലാസ്സുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പല ആൾക്കാരും പറയലുണ്ട്, അതൊരു 45-50 വയസ്സായ ആൾക്കാർ ഞങ്ങളോട് ചോദിക്കും, എന്തിനാണ് എനിക്ക് ഈ ക്ലാസ്, എന്നെ ഇനി ആര് ഉപദ്രവിക്കാനാണ്? പക്ഷേ നമ്മൾ കാണുന്ന വാർത്തകളിലും മറ്റുള്ള കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണ്? പ്രായം ഇതിനൊരു
പരിഹാരമല്ല. എപ്പോഴും ഒരു പ്രായത്തിലും, അതായത് 8 മാസം അല്ലെങ്കിൽ 8 ദിവസമായ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു. അതേപോലെ 85 വയസ്സായ സ്ത്രീയെ പീഡിപ്പിക്കുന്നു. അപ്പോൾ അവിടെ പ്രായത്തിനൊരു പ്രാധാന്യം ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കി ഏത് ഭാഗത്തും നമുക്കെതിരെ ഇന്ന് ചതിക്കുഴികൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന ഒരു ചിന്താഗതിയോടെ നമ്മൾ മുന്നോട്ട് പോവുക. ഏത് സാഹചര്യത്തിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റണം. ഒരിക്കലും നമ്മൾ തളരാതെ സധൈര്യം മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്തായിരിക്കും നമുക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നത്. ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഒരിടവഴിയിൽ, ഇപ്പം നിങ്ങളെല്ലാം പല ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഒറ്റയ്ക്കൊരു സ്ത്രീ പോകുന്ന സമയത്ത് ഒരിടവഴിയിൽ നിന്ന് ഒരാൾ നമ്മളെ ബലമായി കയറി പിടിക്കുന്നു. എങ്ങനെ രക്ഷപ്പെടും? ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കഥ കഴിഞ്ഞു കേട്ടോ, കാര്യത്തിലേക്ക് വന്നേ. രക്ഷപ്പെട്ടു പോകുന്നത് ഏത് സാഹചര്യത്തെയും ഞാൻ അതിജീവിക്കണം, എനിക്ക് അതിജീവിക്കാൻ പറ്റും. ഒരിക്കലും മടി കാണിച്ചിട്ട് പേടിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേദനിക്കുന്ന സാധനം അല്ലെങ്കിൽ എനിക്ക് വേദനിക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്നെ ഉപദ്രവിക്കാൻ വരുന്ന ആൾക്കും വേദനിക്കും. ആ രീതിയിലായിരിക്കണം നമ്മളെ തിരിച്ചടിക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ ആയുധങ്ങളില്ല. എങ്ങനെ രക്ഷപ്പെടും? എന്ന സമയത്ത് ഒരാൾ വീട്ടിലേക്ക് വരുന്നു, അതായത് ചിലപ്പോൾ അടുത്ത ബന്ധുക്കളാവാം, അല്ലെങ്കിൽ തീരെ പരിചയമില്ലാത്ത ഒരാളാണ് വീട്ടിലേക്ക് വരുന്നു. നിങ്ങളോട് ചോദിക്കുകയെന്ന്, അതായത് ഒരു ഗ്ലാസ് വെള്ളം തരുമോ? അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, വീട്ടിൽ ആരുമില്ല എന്ന് ബോധ്യപ്പെട്ട് നിങ്ങളോട് ചോദിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കൊടുക്കൂലേ? ഇനി ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യൂല? അകത്തേക്ക് വെള്ളം എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വാതിലടക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ വെള്ളം എടുക്കാനായി അകത്തേക്ക് പോകുന്നു. ആള് നമ്മൾ ഇതുപോലെ കയറി പിടിച്ചു. നല്ല ഉദ്ദേശത്തിലാണോ? അല്ല. രക്ഷപ്പെടണ്ടേ? നമ്മൾ ആ സമയത്ത് എങ്ങനെയായിരിക്കും? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ വേറെ കാര്യങ്ങൾ തുടങ്ങും. എങ്ങനെ രക്ഷപ്പെടും? ഇത്രയും സമയമൊന്നും അയാൾ പിടിച്ചോണ്ട് നിൽക്കാൻ വന്നതല്ല. ഒരു സമയം നമുക്ക് കിട്ടണം. അപ്പോൾ കാലം കൊണ്ട് വെറുതെ ഞൊട്ട് കൊടുത്തിട്ട് കാര്യമില്ല, രക്ഷപ്പെടാൻ പറ്റണം. വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം അല്ലേ? അവിടെ പിടിക്കുന്നു, ഇവിടെ ലോക്കൊന്നുമില്ല, ഉണ്ടോ? ഒരു ലോക്കും ഇല്ല. സ്പീഡിൽ അങ്ങോട്ടേക്കൊന്നും ഇരിക്കുന്നു. ലോക്ക് വിട്ടില്ലേ? സ്പീഡിലിരിക്കുന്നു. ഇനി ഇരുന്നത് കൊണ്ട് ചിലപ്പോൾ അയാൾ വിട്ടു. ഇവിടെ വിട്ടു എങ്കിലും നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ പിടിക്കൂല. ആദ്യേ ഒരു വേദന കൊടുക്കണ്ടേ? അതിനാണ് അവിടുന്ന് നേരെ തിരിയുന്നു. ഏതെങ്കിലും ഒരു മർമ്മത്തിലേക്കിട്ട് നമ്മുടെ തല മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങള് നമുക്ക് ആയുധമാക്കാം. കുത്തി ഇറക്കി കണ്ണ് നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. അത്യാവശ്യ ഘട്ടങ്ങളിലാണ്, വെറുതെ അല്ല. പിന്നെ എന്ത് ചെയ്യാം? അതല്ലെങ്കിലോ നമ്മുടെ കൈ കൊണ്ട് നെഞ്ചിലേക്ക് അല്ലെങ്കിൽ ഗ്രോയിനിലേക്ക് ഇടിക്കാം. ഇനി നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ ഹിപ്പ് കൊണ്ട് ഒരു നല്ലൊരു ഇടി കൊടുക്കാം. ഇനി അതല്ല, കാൽപാദാണ്. കാൽപാദം കൊണ്ട് ഇത്രയും ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ആയുധം എവിടെ പ്രയോഗിച്ചു? ആ മർമ്മം എല്ലാ സമയവും കിട്ടണമെന്നില്ല. ഇപ്പൊ എന്നെ നേരത്തെ കയറി പിടിച്ചതുപോലെ പിടിച്ചു കഴിഞ്ഞാല് മെഡില്ല ഒബ്ലങ്കറ്റ നല്ല മർമ്മമാണ്. അവനോട് എനിക്ക് പെരുതി എടുക്കാൻ പറ്റില്ല. എന്നെ പിടിച്ച സമയത്ത് ആ മെഡില്ല ഒബ്ലങ്കറ്റ എനിക്ക് പെരുതി എടുക്കാൻ പറ്റുമോ? വേണ്ട. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരുപാട് മർമ്മങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ ഇതില് കണ്ണ് നല്ല മർമ്മമാണ്. പിന്നെ മൂക്ക്, പിന്നെ അതേപോലെ നമ്മുടെ ചെവി ഏറ്റവും നല്ല മർമ്മമാണ് കേട്ടോ. ഒറ്റയ്ക്കുള്ള സമയത്ത് ആരെങ്കിലും ഒരാൾ ആ രീതിയിൽ ഉപദ്രവിക്കാൻ വന്നാൽ ഒന്നും നോക്കണ്ട, കൈ ഈ അടിയല്ല, സ്വന്തം ചെവിക്ക് അടിക്കല്ലേ, കൈ കൂർപ്പിച്ച് വെച്ചുള്ള ഈ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആള് കോമാ സ്റ്റേജിലാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. പിന്നെ അതേപോലെ നമ്മുടെ നെഞ്ച് പിന്നെ ഏറ്റവും നല്ലൊരു മർമ്മമാണ്. ഇപ്പം എനിക്ക് പറ്റൂല എന്നല്ല, എനിക്ക് പറ്റും. ഈ ഒരു മനോഭാവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ പ്രതികരിക്കൂലേ? നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈ വിടുവിക്കണോ? വന്നു ഈ ഒരു പിടുത്തം. പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളെ ഇങ്ങനെ വന്നൊന്ന് പിടിക്കുന്നു. നല്ലൊരു പിടുത്താണോ? ആണോ? നമ്മൾ ചിലപ്പോൾ ഇത്രയും പ്രതീക്ഷ ഉണ്ടാവില്ല. നമ്മള് വിടുവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇല്ല എങ്കിൽ, കൈ ഒഴിവാക്കിയില്ല എങ്കിൽ എന്ത് ചെയ്യും? ആ കൈ അവിടെ തന്നെ നിൽക്കണമെന്നുണ്ടോ? ഇന്ന് കയ്യിൽ പിടിച്ചു, ഈ കൈ ഞാനിന്ന് ഒഴിവാക്കുന്നില്ല. ചിലപ്പോ നാളെ ആ കൈ ഇനിയും മാറാൻ സാധ്യതയുണ്ട്. കൈ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? കൈ മേലോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. കൈ ഇതുപോലെ അങ്ങോട്ട് പിടിച്ചു പോകും. അപ്പൊ നമുക്ക് കൈ വിടുവിക്കണം. പിടുത്തം ശരിയല്ല എന്ന് തോന്നിക്കുമ്പോൾ നമുക്ക് കൈ വിടുവിച്ചേ പറ്റൂ. അപ്പൊ എങ്ങനെ വിടുവിക്കും? പറ്റൂല എന്നല്ല, എനിക്ക് പറ്റും. ഏത് സാഹചര്യത്തെയും ഞാൻ നേരിടും. ആളുടെ കയ്യിലേക്ക് തിരിച്ചു പിടിക്കുന്നതോടുകൂടി വേണ്ട, ആളുടെ കൈമുട്ടിലേക്ക് നമ്മളുടെ കൈമുട്ട് വെച്ച് ഇടിക്കുക. നല്ല സുഖം.
സുഖമുള്ള കാര്യമാണ് കേട്ടോ. കൈ മുട്ട് തിരിച്ചിട്ടാണ് മുട്ടിലേക്ക് ഇരിക്കുന്നത്. ഇനി ഇതേപോലെ ഒരാൾ കത്തിയെടുത്ത് കുത്തിയതാണ് കേട്ടോ. കത്തിയെടുത്ത് ഇതേപോലെ കഴുത്തിൽ വെക്കുന്നു. രക്ഷപ്പെടണ്ടേ? എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ചെയ്യുന്നത് കത്തിയുണ്ട് കയ്യിലിട്ടാ. ഈ ലോക്കാണ് നമ്മുടെ റിസ്റ്റിന്റെ ഈ ലോക്കിലാണ് നമ്മുടെ പിടുത്തം. ഒരു പിടുത്തം ഇവിടെ, മറ്റേ പിടുത്തം ഈ കൈ മടക്കാണ്. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൈ തീർച്ചയായും നീക്കാൻ പറ്റും. അതോടുകൂടി ആളുടെ കൈ നീറുന്നതോടുകൂടി ഇയാളുടെ കൈമുട്ട് എൻ്റെ ഷോൾഡറിലാണ്. ഷോൾഡറിന് കറക്റ്റ് ഒരൊറ്റ ഇവിടുന്ന് മനസ്സിലായി? ഇതേപോലെ ഉണ്ടോ? വീട്ടിൽ ആരുമില്ല. ആ സമയത്താണ് ഒരാൾ വന്ന് ഇതുപോലെ കുത്തിപ്പിടിച്ചത്. അവിടെയും പ്രതികരിക്കൂലേ? പ്രതികരിക്കുക. എന്തുകൊണ്ടാണ് നമുക്കെതിരെ അതിക്രമം കൂടുന്നത്? അപ്പൊ പ്രതികരിക്കണ്ടേ? പ്രതികരിക്കുന്നില്ല. നിങ്ങൾ തന്നെ പറയുന്ന അക്രമം വരുന്നു നിങ്ങൾക്ക് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് പിള്ളേര് കണ്ടപ്പോ ചോദിച്ചു, നീ എന്താ ആരോട് പറയാത്തെ? നീ എന്താ മാഷോട് പറയാത്തെ? അപ്പൊ കുഞ്ഞ് പറഞ്ഞൊരു കാര്യം, മാഷല്ലേ, അപ്പൊ മാഷ് ചെയ്താൽ തെറ്റല്ല എന്നാണ് കുഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതല്ല തെറ്റ്. നമ്മുടെ ശരീരത്തിലേക്ക് അനാവശ്യമായി ഒരു കൈ വന്നാൽ അത് തട്ടി മാറ്റാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മളും തിരിച്ചറിയുക. നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. തെറ്റ് ആരുടെ ഭാഗത്തു നിന്നായാലും തെറ്റാണ്, അല്ലേ? ഏത് തരത്തിലുള്ള ആൾക്കാരുടെ മാലയായിരിക്കും കൂടുതൽ പൊട്ടിച്ചു പോകുന്നത്? പ്രായമായവരുടെ. പോയാൽ മതി അവരെ പുറകെ, തൊടാൻ പറ്റൂല കേട്ടാ. പ്രായമായവരുടെ അടുത്തേക്ക് ആരുടെ മാലയായിരിക്കും? ചെറുപ്പക്കാരത്. ആരുടെ? എങ്ങനെയാ പോയത് ടീച്ചറെ? ഈ വാസം ഞാൻ കണ്ടോട് നടന്നിട്ടുണ്ടോ? അങ്ങനെയാണോ? ക്രമം വരാം. ഇതായിരിക്കണം നമ്മുടെ ചിന്താഗതി. ആ രീതിയിലായിരിക്കണം എല്ലാ ഭാഗത്തോട്ടും നമ്മളുടെ ഒരു കണ്ടു പോകണം. പുറകുന്ന ഒരു ഒച്ച കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അല്ലാതെ ഞാൻ കയ്യിൽ ഫോണുണ്ട്, ഇതിങ്ങനെ ടിക്കാക്കി പോകുന്ന സമയത്ത് ഇതാണ് ഇത്തരം ശത്രുക്കളെ മുതലെടുക്കുന്നത്. നമ്മൾ അശ്രദ്ധരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതാൾക്കും മാല പൊട്ടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അലേർട്ടായിരിക്കുക. ഏത് സമയത്തും ഏത് ഭാഗത്തുനിന്നും ആരായാലും വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നടന്നു പോകുന്ന സമയത്ത് ഒരാള് എന്റെ മാലയിലേക്ക് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ബോധത്തിലാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാലയിൽ പിടി വീണു ഇല്ലേ? ബോധത്തിലാണെങ്കിൽ എനിക്ക് അയാളുടെ കയ്യിൽ പിടിക്കാൻ പറ്റും. ഇല്ലെങ്കിലോ മാലയും കൊണ്ട് പോകും. ഇനി അതല്ല, പിടിക്കുന്നത് എവിടെ ആയിരിക്കണം? പിടിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഈ കൈ ഒരിക്കലും അയാൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ റിസ്റ്റിന്റെ ഈ ലോക്കാണ്. നേരെ മറിച്ച് ഇവിടെയാണ് പിടിച്ചതെങ്കിൽ മാലയും പോയി ആളും പോയി. അതേപോലെ കൈ തണ്ടയിലേക്കാണെങ്കിലും മാലയും പോയി ആളും പോയി. അപ്പൊ പിടുത്തം നമ്മുടെ റിസ്റ്റിലാണ്. അതോടുകൂടി ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നടന്നു പോകുമ്പോൾ മുന്നിലേക്കാണ് വരുന്നതെങ്കിലോ ഞാൻ ബോധത്തിലാണെങ്കിൽ ഇയാളുടെ കൈ വരുമ്പോൾ എനിക്ക് കൈ തട്ടി മാറ്റാൻ പറ്റും. ഇല്ലെങ്കിൽ മാലയും കൊണ്ട് ആള് പോവില്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നേരെ പിടുത്തം നമ്മുടെ ഈ റിസ്റ്റിലേക്കായി പിടിക്കുന്നതോടുകൂടി കൈ നേരെ തിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റണം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന് ശരിക്കും തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 90% നമ്മുടെ മാല നമുക്ക് സേഫ് ആക്കാൻ പറ്റും. അതായത് ആ അക്രമം നമുക്ക് അവിടെ അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മളത് തിരിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ നോക്കാതെ പോകുമ്പോഴാണ്, ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഇത്തരത്തിലുള്ള ആൾക്കാർ അത് മാലയായാലും അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനായാലും വരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നേരെ കൈ പോകുന്ന സമയത്താണ് പിടിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ മാല പോയി. അപ്പൊ നേരെ നടക്കുന്നത് കൈ നേരെ പിടിക്കുന്നു, ആളെ താഴോട്ട് വരും. മനസ്സിലായോ? സ്കൂട്ടറാണ് അല്ലെങ്കിൽ ബൈക്കാണ് നേരെ പിടിക്കുന്നത്, കൈ പിടിക്കുന്നു, ആളെ താഴോട്ട് വലിക്കുന്നു. 2 വീലർ ആകുമ്പോൾ താഴോട്ട് വലിച്ച എന്തായാലും വീഴൂലേ? വീണ് കഴിഞ്ഞാൽ നമുക്ക് പെരുമാറിക്കൂടെ? പെരുമാറുക. പിന്നെ അതുപോലെ ക്ലബ്ബ്, വായനശാല എന്നുള്ള അതുപോലെ ഏത് കോളനികള് എല്ലാ ദിക്കിലും പോയി ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ സൗജന്യമാണ്. നിങ്ങൾക്കും എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ, എനിക്ക് തോന്നുന്നു മുഴുവൻ അംഗനവാടി ടീച്ചർമാർക്കും വർക്കർമാർക്കും ഞങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്തതാണ് അല്ലേ? അപ്പോൾ ആ സമയത്ത് ഒരു ടീച്ചർ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടിൽ വെള്ളം ചോദിച്ചു വന്ന ഒരു പെൺകുട്ടി, ടീച്ചർ ഒരു മോള്, അതായത് വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു, വെള്ളം ചോദിച്ചു. കുഞ്ഞ് അകത്തേക്ക് പോയി വെള്ളം എടുക്കാൻ പോയ സമയത്ത് ഈ വന്ന ആൾ അകത്തേക്ക് പോയി കുഞ്ഞോട് പറഞ്ഞു, ഉള്ളിന്ന് നല്ല വെള്ളം കൊണ്ടുതരണം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. അയാൾ വിചാരിച്ചത് വേറെ ആരും ഇല്ല. കുഞ്ഞ് അകത്തെത്തി ഉടനെ അമ്മേന്ന് വിളിച്ചപ്പോൾ ആൾ ഓടിപ്പോയി. ഇപ്പോൾ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? എന്ത് ചെയ്യണം? പ്രതികരിക്കണ്ടേ? പ്രതികരിക്കുക. നമ്മൾ ആദ്യം തന്നെ അടിക്കും തൊഴിക്കൊന്നും ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നു? നമ്മുടെ നോട്ടത്തിലൂടെയും
ശബ്ദത്തിലൂടെയും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് ഒഴിവാക്കിയിരിക്കും. നോർമലായ ഒരു മനുഷ്യനാണെങ്കിൽ നമ്മുടെ നോട്ടത്തിലും ശബ്ദത്തിലും പോയിക്കോളും. അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതികരിച്ചൂടെ? പ്രതീക്ഷിക്കാതെ ഒരാൾ നമ്മളെ ഇതുപോലെ വന്ന് പുറത്തു നേരെ തിരിയുന്നു. ഇതാ പിടുത്തം നോക്കിയേ, നമ്മൾ ഇതേപോലെ ഷോൾഡറിൽ വന്ന് പിടിക്കുന്നു. അവിടുന്ന് നേരെ തിരിയുന്നു, കയ്യിലേക്ക് പിടിക്കുന്നു. ചീത്ത പറഞ്ഞു. ശല്യം ഒഴിവായിട്ടുണ്ടല്ലേ? ശല്യം ഒഴിവായി. നമുക്ക് അത്രേ വേണ്ടു. നമുക്ക് അയാളെ അടിക്കലോ നാണം കെടുത്തലോ അല്ല, നമുക്ക് ശല്യം ഒഴിവാവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നല്ല തിരക്കുള്ള ബസ്സിൽ നമുക്ക് നല്ല തിരക്കുള്ള ബസ്സാണ്. ഒരു പെൺകുട്ടി മുന്നിൽ നിൽക്കുന്നുണ്ട്, പുരുഷൻ പുറകിലുണ്ട്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പുരുഷന്മാർ പുറകിൽ നിന്നാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. മര്യാദക്ക് നിന്നാൽ മതിയല്ലോ അല്ലേ? നമുക്ക് ശല്യം അല്ലാത്ത രീതിയിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ കുറച്ചു നേരം പ്രശ്നമൊന്നും ഉണ്ടായില്ല, പിന്നെ അയാൾക്ക് നിന്നല്ലോ തോന്നിപ്പോയി. അതാണ് ഇവിടെ പ്രശ്നമായത്. അതുപോലെ നമ്മുടെ ദേഹത്തേക്ക് തൊടുന്നു. സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലേ? ഈ മാറി നിന്നതുകൊണ്ട് പ്രശ്നം തീരുമോ? ഇവിടെ ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഇല്ലേ, നമ്മളെ സ്വഭാവമല്ലേ ഇത്? ഗ്യാപ്പ് കാണുമ്പോൾ തിരക്കുള്ള ബസ്സാകുമ്പോ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തു. പിന്നെ ഇയാൾ എന്നെയായിരിക്കും ഉപദ്രവിക്കുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് അതല്ല പരിഹാരം. അവിടെ എന്ത് ചെയ്യുന്നു? ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ, ഈ നോട്ടത്തിൽ ഒരുവിധം മര്യാദയുള്ളതാണ്. ഇതിപ്പോ അങ്ങനെയാണോ? പിന്നെ ഇങ്ങനെ ഒന്ന് പോടോ, ഒരുവിധം ഉള്ളത് ഇതിനും പോകൂലേ? ശബ്ദത്തിനും പോയാ പിന്നെ ശല്യം തന്നെ. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കുക, എന്റെ ഓക്കാടുന്ന് മാറി നിന്നാ പോരെ? അതാണോ ആവശ്യം? നമ്മൾ മാറിയേക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ സ്ഥലമില്ല, ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു. അയാൾക്ക് അടങ്ങി നിന്നാ പോരെ? അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഇത്രയും ചെയ്യുന്നവരെ അയാളാണ് നിൽക്കണമെന്നില്ല, ഏതെങ്കിലും ഒന്നല്ലേ? അതായത് കുറെ അവസരങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചു തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നേരെ കൈ മുട്ടുകൊണ്ട് നെഞ്ചിലേക്ക് ഇടിക്കാം, അല്ലെങ്കിൽ മുഷ്ടുകൊണ്ട് ഗ്രോയിലേക്ക് ഇടിക്കാം, അല്ലെങ്കിൽ കൈമുട്ടുകൊണ്ട് നമ്മുടെ കഴുത്ത്, ചെവി, ഈ പറയുന്ന ഭാഗങ്ങളിലേക്ക് ഇടിക്കാം. ഇതൊക്കെ ചെയ്യണം. നമ്മുടെ വിചാരം എന്താ? ഞാനിതൊക്കെ സഹിക്കാനുള്ളവളാണ്, ഇതെല്ലാം ഞാൻ സഹിക്കേണ്ടവളാന്നുള്ള രീതിയിൽ നമ്മളെല്ലാം നിന്നു കൊടുക്കുന്നു, നമ്മൾ സഹിക്കുന്നു. ഗതികേട് കൊണ്ട് അവസാനം എത്രയോ സഹിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കൈ എന്താ നമുക്ക് പൊങ്ങൂലേ? നമ്മളെ തച്ചതാകുമ്പോൾ നമ്മളെ കൈ എന്താ നമുക്ക് പൊങ്ങാത്തേ? ഒരു പ്രാവശ്യം ഒന്ന് പൊക്കി നോക്കിയേ. പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മളെ പരിസരത്തേക്ക് പിന്നെ ഈ മനുഷ്യൻ വരുമോ? പരിസരത്തേക്ക് വരില്ല, പറഞ്ഞാൽ വീട്ടിലേക്ക് വരില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. പിന്നെ ആ കൈ നമ്മളെ ദേഹത്തേക്ക് പൊങ്ങൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഉപദ്രവിക്കാതിരിക്കണം. നമ്മൾ പൂച്ച നായും കടികൂടുന്ന അതേ അവസ്ഥയാണ്. കുറേ നേരം നായ പൂച്ചേനിട്ട് കളിപ്പിക്കും. അവസാനം പൂച്ച വാലും പൊക്കിയിട്ട് തിരിഞ്ഞൊരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ നായ പോകുന്ന പോക്ക്. അതേപോലെ നമ്മളെ പുരുഷന്മാർ മോശം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് പേടിപ്പിക്കാൻ പറ്റുന്നിടത്ത് നമ്മൾ പേടിപ്പിച്ചേ പറ്റൂ. നമ്മളെല്ലാം സഹിക്കേണ്ടവരല്ല. വൈകുന്നേരം വരെ നമ്മളും കഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുരുഷനോടൊപ്പം നമ്മളും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരു പരിഗണന നമുക്ക് വീട്ടിൽ കിട്ടുന്നില്ല. ഉണ്ടോ? ഇല്ല. വന്നു കഴിഞ്ഞ് ചിലപ്പോൾ മദ്യപിച്ച് വൈകുന്നേരം വെച്ച ഭക്ഷണം കഴിക്കാൻ പോലും വിടാത്ത എത്രയോ വീടുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ സഹിക്കേണ്ടവരല്ല, നമ്മൾ പ്രതികരിക്കേണ്ടവരാണ്. ഇനി നിങ്ങളെങ്കിലും, ഇത്രയും കാലം സഹിച്ചവർ സഹിച്ചു, ഇനി നിങ്ങളെങ്കിലും തിരിച്ച് പ്രതികരിച്ച് കാണിച്ചു കൊടുക്കുക. നിങ്ങളെ മക്കളെ അതിന് പ്രാപ്തരാക്കുക. എങ്ങനെ രക്ഷപ്പെടാം? ഇത് നല്ലൊരു പിടുത്തമാണോ? നല്ല ഉദ്ദേശത്തിലാണോ? എങ്ങനെ വിടുവിക്കുന്നു പറയുക? ഒരുപാട് സമയത്ത് അയാൾ എന്തൊക്കെയോ ചെയ്യും. എന്തേ പറയാത്തെ? രക്ഷപ്പെടാനുള്ള മാർഗം കൈ എങ്ങനെ ലൂസാക്കല്? അയാളോട് പറയാൻ വേണ്ടി ലൂസാക്കുന്നു. ഇവിടുന്ന് അങ്ങനെ ഇടിക്കാൻ പറ്റുമോ? കൈ ഇവിടെ ലോക്കാണ്. ഇവിടെ കൈ ലോക്കാണ്. നേരത്തെ കൈ എന്തായിരുന്നു? കൈ ഉള്ളിലായിരുന്നു. നേരത്തെ പിടിച്ചത് ഇങ്ങനെയാണ്. ലോക്കില്ല. ഇപ്പൊ ലോക്കില്ലേ? അങ്ങനെ അതുപോലെ ഇരിക്കാൻ പറ്റുമോ? ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? തല കൊണ്ട് ഇടിക്കാം. ഹൈറ്റ് വ്യത്യാസമാണെങ്കിലോ കാലോണ്ട് അവിടെ കുത്തല്. കാലോണ്ട് കുത്തുമ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാലോണ്ട് കുത്താന്ന് പറഞ്ഞാൽ നമ്മളെ പുറകോട്ടുള്ള ഇടി എവിടെയും കുത്തല്ല, ഫലവത്തല്ല. ഇനി കാലൊന്ന് പൊക്കി എവിടെയും കൊള്ളൂലെന്ന് മാത്രമല്ല, ഇയാള് ഒറ്റ കാലിലാവുന്ന സമയത്ത് അയാളെ എടുത്തിടാൻ വളരെ എളുപ്പമാണ്.
അല്ലേ? കാല് പൊത്തിച്ച് കാര്യമുണ്ടോ? കാല് പൊക്കിയിട്ട് കാര്യമുണ്ടോ? കാല് പൊക്കണ്ട, അല്ലാതെ തന്നെ ഒരുപാട് അവസരമുണ്ട് നമുക്ക്. നോക്കിയേ. ഇത്രയും ഉണ്ടോ? ഏതെങ്കിലും രീതിയിൽ നമ്മൾ തിരിച്ചടിച്ചിരിക്കണം. ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താ പറ്റുന്നെ? ഒരാൾക്ക് വലിച്ചൂരി കൊണ്ടുപോകാൻ വളരെ എളുപ്പം അല്ലേ? നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല, കയ്യിൽ ഫോണും ഉണ്ടാവും, ഇതുപോലെ ബാഗ് ഇട്ടിട്ട് പോകുന്ന സമയത്ത്. അപ്പൊ പിന്നെ ആ ബാഗ് എങ്ങനെ ഒന്ന് ചിലപ്പോൾ കുഞ്ഞുണ്ട് കൂടെ, പുറകുന്ന മോൻ അമ്മേന്ന് പറഞ്ഞിട്ട് ഒരു വിളിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്ത് സംഭവിക്കുക? നമ്മളിത് സേഫ് ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് ഇവിടെ പിടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ബാഗ് മാത്രല്ല, ആളടക്കം എന്ത് ചെയ്യുന്നു? മലർന്നടിച്ചു വീഴുന്നു. ആദ്യം ഏത് ഭാഗം തല നിലത്തടിക്കും. അവിടെ പൈസ അല്ല, ബാഗല്ല, ആളെ പണി തീർന്നു ഇല്ലേ? അപ്പൊ ഇങ്ങനെ ഇടാൻ പാടുണ്ടോ? പിന്നെ ഇത് എങ്ങനെ ഇടും? ആള് വിട്ടിട്ട് പോകും. ഇനി കയ്യിൽ പിടിക്കാം, അല്ലെങ്കിൽ ബാഗിന്റെ കയ്യിൽ പിടിക്കാം, നല്ലൊരു കിക്ക് കൊടുക്കാം, ബാഗ് അല്ലെങ്കിൽ അവിടുന്ന് പോവും. പക്ഷെ ലിഫ്റ്റാണ്, നമുക്ക് മാറി പോകാനൊന്നും സ്പേസ് ഇല്ല അല്ലേ? അതിനകത്ത് കുറച്ചു നേരം അത് ശരിയാവുന്നവരെ നമുക്ക് നിന്ന് പൊറുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നല്ലൊരു വേദന കൊടുത്തേ പറ്റൂ. അപ്പൊ നമ്മള് ആ സമയത്ത് ഗ്രോണിലേക്ക് നല്ലൊരു തീവെയിലിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, സായാഹ്നം സാക്ഷിയായി, പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ തീവെയിലിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും, പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, സായാഹ്നം സാക്ഷിയായി, പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ തീവെയിലിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും, പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, സായാഹ്നം സാക്ഷിയായി, തീവെയിലിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും, പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ.
സ്നേഹം തൊഴുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ ഒരു തീ പോലെ വരുമാവേശം സ്ഥിരയൊന്നാകെ എരിവീറോടെ ദിശ മാറാതെ വഴി തേടുന്നേ മനസ്സിൽ മിന്നലാടുന്നുണ്ട് നെഞ്ചം താളമേകുന്നേ ലക്ഷ്യം നേടുവാനെന്നേറെ ദൂരം പോകണ്ടേ തുണയ്ക്കായി തോന്നരുന്നേ ഒന്നായി മുന്നിലേറുന്നേ കാറ്റിൻ വേഗമോടെ ദൂരെ പോകാം ചങ്ങാതി. കേരളത്തിൽ SIR പ്രക്രിയ ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് SIR. അതുകൊണ്ട് SIR നടപടിയുമായി എല്ലാവരും സഹകരിക്കണം. നവംബർ 4 മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെയോ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും. ഓർക്കുക, SIR എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്. എന്താ മെമ്പറെ, കുറച്ചു ദിവസമായല്ലോ കണ്ടിട്ട്, നല്ല തിരക്കിലാണല്ലോ. തിരഞ്ഞെടുപ്പ് വരികയല്ലേ ടീച്ചറെ, വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ തിരക്കില. അല്ല, ടീച്ചറുടെ പേര് ചേർക്കണ്ടേ? എന്റെ മെമ്പറെ, ഞാൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് വോട്ട് ചെയ്തതല്ലേ, എന്റെ പേര് വോട്ടർ പട്ടികയിലുണ്ട്. എന്റെ ടീച്ചറെ, ആ പട്ടികയിൽ പേരുള്ളതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കരട് വോട്ടർ പട്ടിക 2025 ജൂലൈ 23 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എല്ലാ വോട്ടർമാരും പരിശോധിക്കണം. 2025 ജനുവരി 1 18 വയസ്സ് തികഞ്ഞ എല്ലാ വോട്ടർമാരും പട്ടികയിൽ പേര് ചേർക്കണം. 2025 ഓഗസ്റ്റ് 7 വരെ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തൽ വരുത്താനും അവസരമുണ്ട്. ടീച്ചറെ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതുകൊണ്ട് മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടികയിൽ പേരുണ്ടാകണമെന്നില്ല. പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പേരില്ലാത്തവർ പേര് ചേർക്കുക. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുക. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.
വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.